ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ദളപതി വിജയ് നായകനായ ജനനായകൻ സിനിമ എന്തുകൊണ്ടാണ് ഇതുവരെ റിലീസാവാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും പ്രതിസന്ധി നേരിടുന്നത്? ഒരു കാരണം നമുക്ക് പറയാം, സിനിമയുടെ ആ ഒരു കോണ്ടന്റ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതായത് അവരെ ചൊടിപ്പിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന, അവരെ പൊള്ളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ കോൺവെർസേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഡയലോഗ്സുകൾ സിനിമയിലുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അതുപോലത്തെ വിഷ്വൽസും ഓഡിയോയും ഉള്ളത് കൊണ്ടാണ് അവർ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കാത്തത്. അതാണ് CBFC ഇത്രയും പ്രതിരോധിച്ച് ഇത്രയും പ്രശ്നങ്ങളും കോർട്ട് ഹിയറിംഗ്, മദ്രാസ് ഹൈക്കോടതി, സുപ്രീം കോടതി, കോർട്ട് ഹിയറിംഗ്, അപ്പീലും കാര്യങ്ങൾ ഇപ്പോൾ അവസാനം കേസ് വിഡ്രോവൽ വരെ സംഭവിപ്പിച്ചു. അപ്പോൾ എന്തുകൊണ്ട് ഇനിയും സിനിമ റിലീസ് ചെയ്യുന്നില്ല എന്നുള്ളതിന് ഒരു കാരണം വരുന്നത് എൻ്റെ അസംഷൻ പ്രകാരം ദളപതി വിജയാണ്. അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ല ഞാൻ പറയുന്നത്, ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റിലാണ്. കാരണം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ, അതായത് അവരുടെ കാര്യങ്ങൾ അനുസരിക്കാതെ അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന ഒരു ആശയങ്ങളോട് കിടപിടിക്കാതെ അവരുടെ കൂടെ നിൽക്കാടത്തോളം, അതായത് ഒരു നല്ല രീതിക്ക് പറയാം, അവരോട് അലയൻസ് വച്ച് വരാത്തടത്തോളം സിനിമ റിലീസ് ചെയ്യുന്നത് അവർ വൈകിപ്പിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ദളപതി വിജയ് കാരണമാണ് ജനനായകൻ റിലീസ് ആകാത്തത്. അതായത് അത് ഞാനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റിലല്ല പറഞ്ഞത്, പോസിറ്റീവ് ഇമ്പാക്റ്റിലാണ്. കാരണം ഇപ്പോൾ ദളപതി വിജയ് നിങ്ങൾക്കറിയാം, TVK തമിഴക വെട്രി കഴകം എന്നൊരു പാർട്ടിയുടെ ലീഡറാണ്, തലൈവറാണ്. അപ്പോൾ ഈ ഇലക്ഷൻ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ഇപ്പോഴത്തെ ഇലക്ഷനിൽ. അപ്പം വിസിൽ സിമ്പലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അപ്പോൾ എങ്ങനെയാണ് ദളപതി വിജയ് ഇപ്പോൾ നിങ്ങൾ റാലി നടത്തുമ്പോൾ അതിലുള്ള സ്പീച്ച്, TVK ക്യാമ്പയിന്, ആ ഒരു മാസീവ് ക്രൗഡ്, മാനാട്, ഇതൊക്കെ നടക്കുമ്പോൾ ദളപതി വിജയ് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാം. വളരെ ഡയറക്റ്റായിട്ട് സ്റ്റാലിൻ ഇപ്പോൾ ഭരിക്കുന്ന DMKയുടെ മുഖ്യമന്ത്രിയും DMKയുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിനെതിരെയുള്ള സംസാരങ്ങൾ, BJP നരേന്ദ്രമോദിക്കെതിരെയുള്ള സംസാരങ്ങൾ എല്ലാം ഡയറക്റ്റായിട്ട് തന്നെ വളരെ എന്താ പറയുക, ഫിയർലെസ് ആയിട്ട് ദളപതി വിജയ് ആ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്തു, നിങ്ങൾ അങ്ങനെ ചെയ്തു എന്നൊക്കെ. അത് അതെല്ലാം ഒരു അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ രീതിയിൽ നോക്കുമ്പോൾ അതൊരു പോസിറ്റീവ് തന്നെയാണ്. അദ്ദേഹം അതെല്ലാം തുറന്നു പറയുന്നുണ്ട്. അത് നട്ടലുള്ള ഒരു പൊളിറ്റീഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ എൻ്റെ ഒരു അസംഷനിൽ അത് ജനനായകന് പേഴ്സണലി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. കാരണം ഇപ്പോഴും ഞാൻ പറയുന്നു, ഇത് ഞാൻ ദളപതി വിജയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ദളപതി വിജയിനെ കാരണമാണ് ജനനായകൻ റിലീസായി ആകാത്തതെന്നല്ല ഞാൻ പറയുന്നത്, അവരെ ചൊടിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അതായത് ദളപതി വിജയ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് ഞാൻ ഇപ്പം വിനോദ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായത്, വെറുപ്പുള്ളവരോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരെങ്ങനെയെങ്കിലും തടുക്കാനും നോക്കും. കാരണം അവരോട് ഇതാണ് സത്യം, ഇതാണ് വെളിപ്പാടെന്നൊക്കെ പറഞ്ഞാൽ അവർ അത് കൈകൊള്ളാൻ നിൽക്കില്ല. വെറുപ്പുള്ളവർ എങ്ങനെയെങ്കിലും തളർത്താനും നോക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ദളപതി വിജയ് ഈ TVK റാലി സ്പീച്ചസിലൊക്കെ എല്ലാവരും ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ അവർക്കത് പേഴ്സണലി കൊള്ളും. അവർക്കത് പേഴ്സണലി ആ വെഞ്ചൻസ് അല്ലെങ്കിൽ ആ റിവെഞ്ച് വരും. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവനെ തളർത്തണമല്ലോ എന്നൊരു നോട്ടം വരുമ്പോൾ അതിലുണ്ടാവുന്നതാണ് ജനനായകൻ. അപ്പോൾ അവർ മാക്സിമം ആ സിനിമയെ റിലീസ് വൈകിപ്പിക്കും. എത്ര ബുദ്ധിമുട്ടിക്കാൻ നോക്കുമോ അത്രയും ബുദ്ധിമുട്ടിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ പറഞ്ഞത്. ദളപതി വിജയുടെ ആ ഒരു ഡയറക്റ്റ് അറ്റാക്ക് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും BJPയെയും അത് നല്ല രീതിക്ക് പൊള്ളിപ്പിക്കുന്നുണ്ട്, അവരെ ചൊടിപ്പിക്കുന്നുണ്ട്, അവരെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പേഴ്സണലി, അതായത് അവർക്ക് പലതും ഇതുപോലെ പറയണം പിടിക്കണമെന്നുണ്ട്. ബട്ട് അത് അവർക്ക് ഇവരെല്ലാവരും നമ്മൾ റിവെഞ്ച് ചെയ്യുന്നതായിട്ട് തോന്നിയാലോ എന്ന് പറഞ്ഞ് അവർ ഈ ഒരു കാര്യത്തിൽ പിടിച്ചു നിൽക്കുകയാണ്. അതാണ് ജനനായകൻ ഇതുവരെയും റിലീസ് ചെയ്യാൻ സമ്മതിക്കാത്ത ആ ഇഷ്യൂ. ഇപ്പോൾ തന്നെ ദളപതി വിജയ് ഇങ്ങനെയൊന്നും പറയാതെ അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നിന്നെങ്കിൽ എപ്പോഴേ സിനിമ റിലീസായെങ്കിൽ. ബട്ട് അങ്ങനെ ദളപതി വിജയ് നിൽക്കില്ല, അങ്ങനെ നിൽക്കേണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അന്നും ഇന്നും നട്ടലിലുള്ള ഒരു നടനായിട്ട് നിൽക്കുന്നത് പോലെ ഇപ്പോഴും അതുപോലെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. കാരണം ഇത് നേടിയെടുക്കേണ്ട നമ്മളെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഒരു എന്താ പറയുക, ഒരു തലകുനിഞ്ഞ് നിന്ന് കൊടുത്ത് നേടേണ്ടതല്ല. ഇതൊരു സിനിമയല്ലേ, ഇത് നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ റൈറ്റ് വേയിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് ഇത് അവരെ നല്ല രീതിക്ക് ചൊടിപ്പിക്കുന്നുണ്ട്, ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പരമാവധി അവർ സിനിമയ്ക്ക് പ്രഷർ കൊടുക്കുന്നത്, പരമാവധി അവർ സിനിമയെ ഡിലേ ചെയ്യിപ്പിക്കുന്നത്, പരമാവധി അതായത് സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരണം, അല്ലെങ്കിൽ അതിന് വേണ്ടി നിൽക്കണമെന്ന് അവരെങ്ങനെയും കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഇവർ മാക്സിമം സിനിമ റിലീസ് ചെയ്യാതെ പിടിച്ചു വെച്ചു. അതായത് നമ്മളൊരു എലിക്ക്
നമ്മൾ എന്താ പറയുക, എലി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിഷം ഇട്ട് കൊടുക്കൂല, അതുപോലെ ഈ വിഷം വച്ചിരിക്കാം. അതായത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്, എലിയെ പിടിക്കാൻ വേണ്ടിയിട്ട്, അല്ല ജനനായകൻ വിഷമൊന്നല്ല, ദളപതി വിജയനും അല്ല. അപ്പോൾ അങ്ങനെ ഒരു കെണിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എന്താ പറയുക, ഒരു ഭക്ഷണം പോലെ ജനനായകനെ വെച്ചിട്ടുണ്ട്. ജനനായകനെ കാട്ടി ദളപതി വിജയെ മയക്കാം എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ അതവിടെ നടക്കില്ലെന്ന് അത് ദളപതി വിജയ്ക്കും അറിയാം, TV പാർട്ടിക്ക് അറിയാം, ദളപതി ഫാൻസിനും അറിയാം. അപ്പോൾ നേരായ വഴിയിൽ സിനിമ റിലീസ് ചെയ്താൽ മാത്രം മതി എന്നുള്ളൊരു ബഞ്ച് ഓഫ് ഒരു ടോക്കിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു പവറിൽ തന്നെയാണ് ദളപതി വിജയ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ദളപതി വിജയം പല സമയങ്ങളിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, ഈ സിനിമ റിലീസ് ചെയ്യാതിൽ എനിക്ക് വിഷമമുണ്ട്, എൻ്റെ പ്രൊഡ്യൂസറുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. ബട്ട് എന്നിരുന്നാലും ഈ സിനിമ ഇപ്പം തന്നെ ജനനായകനെതിരെ അദ്ദേഹം സംസാരിച്ച അത് ഇവർ വീണ്ടും ഒരു ടോക്കാട്ട് എടുത്തുകൊണ്ട് വരും. അതായത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഇതർ കക്ഷികളും ഈ പാർട്ടിയും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അത് ബുദ്ധിപൂർവ്വം തന്നെയാണ് ദളപതി വിജയ് നീക്കം ചെയ്യുന്നത്. അപ്പോൾ എന്നിരുന്നാലും ദളപതി വിജയുടെ ഈ സംസാരങ്ങൾ, ഡയറക്റ്റ് അറ്റാക്കുകൾ, അല്ലെങ്കിൽ ഈ സംസാരിക്കുന്ന വിധങ്ങൾ അവരെ നല്ല രീതിക്ക് ചൊടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ സംസാരങ്ങളും ആയിട്ട് ഇവൻ കുറേ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ സിനിമയിൽ ഈ ഡയലോഗ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ വന്നാൽ നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ആയി, നല്ല രീതിക്ക് വോട്ട് മറിഞ്ഞ് ഇനി എങ്ങാനും CM ആയി കഴിഞ്ഞാലോ എന്നുള്ള ഒരു പേടികൾ ഇപ്പോൾ ഉള്ള ഭരിക്കുന്ന പാർട്ടിക്കും ഉണ്ട്, ബാക്കിയുള്ള പാർട്ടികൾക്കും ഉണ്ട്. കാരണം എല്ലാവർക്കും ഉണ്ട്, ഈ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നടക്കുന്ന ഇപ്പോൾ വന്നിട്ട് വരുത്താൻ വന്ന് ആളാവെന്ന് വിചാരിച്ച് അങ്ങനെയുള്ള ഒരു ടോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ദളപതി വിജയ് കാരണം തന്നെയാണ്, അതായത് ദളപതി വിജയല്ല, തലൈവർ വിജയ് കാരണമായിട്ട് തന്നെയാണ് ജനനായകൻ വൺ ഓഫ് ദ റീസൺ ആയിട്ട് സിനിമ റിലീസ് ചെയ്യാൻ കഴിയാതെ. ഇപ്പോൾ തലൈവർ വിജയ് സമാധാനപരമായിട്ട് ഇവരൊന്നും പറയാതെയൊക്കെയാണ് ഈ ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ നടക്കുകയാണെങ്കിൽ എപ്പോഴേ സിനിമ റിലീസ് ചെയ്തെങ്കിൽ സത്യം. അപ്പോൾ ദളപതി വിജയുടെ ആ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അവരെ നല്ല രീതിക്ക് ഭയപ്പെടുത്തുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് അവർ സിനിമ റിലീസ് ചെയ്യാത്. കാരണം ഇത്രയും ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ഇത്രയും പ്രൊമോട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഈ ഒരു സിനിമയും കൂടെ ഇന്ന് ഇറങ്ങി കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിക്ക് ആ ഒരു ഇലക്ഷൻ ക്യാമ്പയിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാണ് ഇവർ മാക്സിമം സിനിമ പോസ്റ്റ്പോൺ ചെയ്ത് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ദളപതി വിജയും തലൈവർ വിജയ് അദ്ദേഹം ആ ഒരു ഇതിലായിട്ട് പോയി കഴിഞ്ഞു, അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അതുകൊണ്ട് ഈ ഒരു പിന്നെ മുമ്പ് സിനിമയിൽ നിൽക്കുമ്പോഴും അങ്ങനെ ദളപതി വിജയ് അങ്ങനെ നിന്നുകൊടുത്തുള്ള ശീലമൊന്നുമില്ല. സത്യത്തിനെ നിൽക്കാം, വരുന്ന സമയത്ത് ജയിച്ചോളൂ എന്നുള്ള ഒരു ടോക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. എന്നിരുന്നാലും സിനിമ റിലീസ് വൈകുന്നതിൽ പ്രേക്ഷകർക്ക് എന്നതിലുപരി ആരാധകർക്കും ഫാൻസുകാർക്കും എല്ലാവർക്കും ഒരുപാട് സങ്കടമാണ്, കാരണം സിനിമ റിലീസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ. ബട്ട് സിനിമ റിലീസ് ചെയ്യുന്ന ഇപ്പോൾ പറയുന്ന അനുസരിച്ച് ഇലക്ഷൻ കഴിഞ്ഞ് തന്നെ വരും. കാരണം ഇപ്പോൾ ഫെബ്രുവരി 19, 20, 21 റിലീസ് ചെയ്യാൻ ചാൻസ് ഒന്നുമില്ല, 27 വരാനൊന്നും ചാൻസ് ഒന്നുമില്ല. മാർച്ച് എക്സാംസ് പീരീഡാണ്, അപ്പോഴും വരാൻ ചാൻസ് ഇല്ല. ഏപ്രിൽ പിന്നെ ഇലക്ഷൻ അനൗൺസ് ചെയ്യും. ഏപ്രിൽ ടൈമിലാകുമ്പം ഇലക്ഷൻ ക്യാമ്പയിനും വോട്ടെടുപ്പും വീട് സന്ദർശനമായിട്ട് ഭയങ്കര ബിസി ഷെഡ്യൂളായിരിക്കും, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ. ആൻഡ് പിന്നെ മെയ് ജൂൺ ഇലക്ഷൻ്റെ ടൈം, പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ദീപാവലിക്കൊക്കെ ആയിരിക്കും പടം വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ദളപതി വിജയുടെ ആ സംസാരങ്ങളും കാര്യങ്ങളും അവരെ വീണ്ടും ചൊടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരെ തളർത്തുന്നു എന്നുള്ളത് ഒരു മെയിൻ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സിനിമ മാക്സിമം റിലീസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നതും കാര്യങ്ങളും. ബട്ട് ദളപതി വിജയ് തലൈവർ വിജയ് തന്നെയാണ്, മാറിക്കഴിഞ്ഞു തലൈവർ വിജയായിട്ട്. ഇനി അതിലൊരു മാറ്റം ഉണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ദളപതി വിജയിനെയും നടക്കാൻ പറ്റിയില്ല, പിന്നെയാണ് തലൈവർ വിജയെ. അപ്പം ഇനി ഒന്നും നടക്കില്ല. അപ്പം സിനിമ വരുമ്പോൾ വരും എന്നല്ലാതെ ഒരു പ്രതീക്ഷയും വയ്ക്കേണ്ട, എല്ലാം കണ്ടു തന്നെ അറിയണം. കാരണം ഇപ്പം തന്നെ റൂളിംഗ് പാർട്ടിയായ തമിഴ്നാട് ഗവൺമെൻറ്റിനും BJP ഗവൺമെൻറ്റിനും എല്ലാവർക്കും ദളപതിയോട് ഒരു ചെറിയൊരു എന്താ പറയുക നെഗറ്റീവ് ഉണ്ട്. അതായത് ഇവൻ വന്ന് നമ്മളെല്ലാം അടിച്ചിടുമോ എന്നുള്ളൊരു ഭയപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ മനഃപൂർവ്വം ഈ സിനിമയെ പോസ്റ്റ്പോൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ദളപതി വിജയ് ഒരു കാരണമാകുന്നുണ്ട് ജനനായകൻ റിലീസ് ആവാത്തതിൽ. കാരണം ഏവന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് സിനിമ റിലീസ് പിടിച്ചു വെച്ചാൽ ദളപതി വിജയ് ചുമ്മാ ഇരിക്കും, തലൈവർ വിജയ് ചുമ്മാ ആയിരിക്കും, നമുക്ക് സിനിമ റിലീസ് ചെയ്യാറുണ്ട്. അവിടെ ടിസ്റ്റ് അവിടെ ഡബിളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തലൈവർ വിജയ്, പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം നടക്കില്ല, ജനനായകനും റിലീസ് ചെയ്യില്ല. കാരണം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതുണ്ട്. കാരണം ആ പൊളിറ്റിക് ടൈമാണ്, പീക്ക് ടൈമാണ്. ഇപ്പോൾ ആ പ്രൊമോഷൻ കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു പീക്ക് ക്യാമ്പയിനും കാര്യങ്ങളും നടത്തിയേ പറ്റൂ. അപ്പോൾ എന്നിരുന്നാലും ജനനായകൻ സിനിമ റിലീസ് ഇലക്ഷൻ കഴിയും ഗൈസ്, ദീപാവലി വരട്ട്.